ആ ഒരു അലക്ക് കമ്പനി ടാസ്കിന് ശേഷം ഈ മൊമെന്റ് വരെ ആ ഒരു ചൂലുമായിട്ട് നടന്ന വീട് തൂത്തുവാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിൻഡോ. ഒരു 1-2 മണിക്കൂറായി കാണും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, പവർ ടീം അധികാരം കയ്യിൽ വന്നിട്ട് 2ാമത്തെ ആഴ്ച റണ്ണിങ് ആണ് ഇപ്പൊ ജിൻഡോയ്ക്ക്. ഒരു കാര്യവുമില്ലാതെ പുള്ളിക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്ത് പുള്ളിയുടെ പവറിനെ അവഹേളിക്കുകയാണ് രസ്മിനും അർജുനും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിൻഡോയേക്കാൾ പവർ ഉള്ളവരാണ് അവരെങ്കിൽ ജിൻഡോ ഈ ജോലി ചെയ്തോട്ടെ എന്ന് നമ്മൾ വെക്കും. പക്ഷെ 3 പേർക്കും തുല്യമായിട്ടുള്ള ഒരു അധികാരമാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. എന്ത് ന്യായമാണ് ഇത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാവിലെ നമ്മളിത് പറഞ്ഞിരുന്നു. അതും അർജുനൊക്കെ എന്തൊരു കുന്തം വിഴുങ്ങി പ്രോമാക്സ് ആണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ജിൻഡോ ഈ തൂത്ത് വാരുന്നതിനെ തടയാൻ പോയിട്ട് അതൊന്ന് ചെയ്യണ്ടെന്ന് പോലും പറയാൻ അർജുനെ കൊണ്ട് പറ്റുന്നില്ല. അർജുൻ അതിന് ശ്രമിക്കുന്നത് പോലുമില്ല. ആ മനുഷ്യൻ തന്നെ അനുഭവിക്കട്ടെ എന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ അങ്ങേരോടൊപ്പം തന്നെ ഉണ്ടാവും ഈ ഒരു 100 ദിവസവും. അത് ഞാൻ പറയാതെ തന്നെ പലരും പറയുന്നുണ്ട് ഇവിടെ. ആ കാര്യത്തിൽ പ്രേക്ഷകരെ ഇവരാരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അർജുനും റസ്മിനും ഒക്കെ ഈ കളിക്കുന്ന കളി തീക്കളി തന്നെയാണ്. അവർക്കത് വളരെ നെഗറ്റീവായിട്ട് വരും. ഓഡിയൻസ് മാറി, പക്ഷെ ഇതേപോലെ ടാർഗറ്റഡ് ഹേറ്റ്രഡും പിന്നെ ഗ്രഡ്ജും കോർണറിങ്ങും അങ്ങനെയൊന്നും ഒരു ഓഡിയൻസ് ക്ഷമിച്ചു തരത്തില്ല. ജിൻഡോ ഒരു മടിയും കൂടാതെ ഈ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിത് ലൈവില് കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. ജിൻഡോ ഈ ഒരു ചൂലുമായിട്ട് നടക്കുന്നത് കാണുമ്പോൾ. ജിൻഡോ വെറും ഒരു പ്രജയായിരുന്നുവെങ്കിൽ ഇത്ര ഇറിറ്റേഷൻ എനിക്ക് ഫീൽ ചെയ്യില്ലായിരുന്നു. സൂഹിക്കാനുള്ള അധികാരം ബിഗ് ബോസ് കൊടുത്തിട്ടും ജിൻഡോനെ സഫർ ചെയ്യാൻ വിടുന്നു. അത് ഫെയർ ആയിട്ടുള്ള ഒരു ഗെയിം അല്ല.